മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, തെറ്റി നമ്മളേവരും ഇഷ്ടപ്പെടുന്ന നിത്യപുഷ്പിണിയായ ഒരു പൂച്ചെടിയാണ് തെറ്റി. എല്ലാ വീടുകളിലും സാധാരണയായി വളർത്തുന്ന, നല്ല രീതിയിൽ ഓമനിച്ച് പരിപാലിക്കുന്ന ഒരു പൂച്ചെടിയാണ് തെറ്റി. മുൻകാലങ്ങളിൽ തെറ്റിയില്ലാത്ത വീട് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. പൂജാപുഷ്പങ്ങൾക്കും അതുപോലെ ഔഷധമായിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ് തെറ്റി. അപ്പോൾ ഈ തെറ്റിയുടെ നടീൽ വസ്തു എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്പാണ്. കമ്പ് നട്ടാണ് തെറ്റി നമ്മൾ പിടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വേരിൽ നിന്നും ഇതിപ്പം ഡ്രമ്മിൽ, ഇതിപ്പോൾ ഒരു ചെറിയ ക്യാനിലാണ് നട്ടിരിക്കുന്നത്. അതുകൊണ്ട് വേരിൽ നിന്നും തൈകൾ കിട്ടാൻ പ്രയാസമാണ്. പക്ഷേ അതിന് നമ്മൾ ചെയ്യേണ്ട മാർഗം ഈ കമ്പ് നട്ട് പിടിപ്പിക്കുന്നതാണ്. അപ്പോഴെങ്ങനെയാണ് തെറ്റിയുടെ ഒരു കമ്പ് നമുക്ക് തൈയാക്കി മാറ്റാൻ സാധിക്കുന്നതെന്നും നമുക്കിപ്പോൾ കാണാം. അതുപോലെ തന്നെ ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാകാൻ നമ്മൾ എന്തൊക്കെ വളങ്ങളാണ് ഇടുന്നത് എന്ന് നമുക്ക് നോക്കാം. പിന്നെ നിറയെ പൂക്കൾ നോക്കിയാട്ട് നല്ല നിറയെ പൂക്കളുണ്ട്. നമ്മുടെ കണ്ണിനും അതുപോലെ മനസ്സിനും ഒക്കെ കുളിർമ നൽകുന്ന വളരെ നല്ല കുലയായി ഉണ്ടാകുന്ന പൂക്കൾ, വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന തെറ്റികൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ വിവിധ ഇനങ്ങളിലുള്ള തെറ്റികൾ, വിവിധ ഇനങ്ങളിൽ ചെറിയ ഇലയുള്ളത്, വലിയ ഇലയുള്ളത്, വലിയ ഉയരത്തിൽ പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള വിവിധ ഇനങ്ങളിൽ എന്തായാലും ഈ നിത്യപുഷ്പിണിയായ ഈ തെറ്റി ഒരെണ്ണമെങ്കിലും നമ്മുടെ വീട്ടിലൊന്ന് വെച്ച് പിടിപ്പിക്കുന്നത് നമുക്ക് മനസ്സിന് സന്തോഷം പകരുന്ന ഒരു കാഴ്ചയായിരിക്കും. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള അറിവുകൾ, അതായത് നമ്മുടെ കൃഷിയും നമ്മുടെ ചുറ്റുമുള്ള പച്ചമരുന്നിനെ പറ്റിയൊക്കെയുള്ള അറിവുകൾ ശേഖരിക്കാൻ ഇഷ്ടമെങ്കിൽ, ആ ശേഖരിച്ച വിവരങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറാൻ ഇഷ്ടമെങ്കിൽ, ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നുണ്ട്. നല്ല പിന്തുണയാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാം പൂർണ്ണമായ സഹകരണവും പിന്തുണയും തുടർന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യുന്നത് കാണാം. ആദ്യമായിട്ട് നമുക്ക് ഈ തെറ്റിക്ക് തെച്ചി എന്നൊക്കെ ചിലർക്ക് പറയുന്നത്, തെറ്റിക്ക് വളം എന്തൊക്കെയാണ് നമ്മൾ ഇടുന്നത് നോക്കാം. ഇവിടെ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് ഇതിൻ്റെ വേരുകൾക്ക് നല്ല ഇത് കിട്ടാൻ വേണ്ടി കഞ്ഞിവെള്ളത്തിനകത്ത്, ഇത് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ്, 2 ദിവസം കഴിഞ്ഞ കഞ്ഞിവെള്ളമാണ്. ഈ കഞ്ഞിവെള്ളത്തിനകത്ത് 1 സ്പൂൺ സൂഡാമോണസ് എന്ന് പറയുന്ന പൊടി ഇടുവാണ്. സൂഡാമോണസ് നമുക്കറിയാം ചെടികളുടെ വേരുകൾക്ക് ശക്തി പകരാനും രോഗങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും വേണ്ടി നല്ല ബാക്ടീരിയ അടങ്ങിയ ഒരു പൊടിയാണ്. നല്ല ബാക്ടീരിയ. ഇത് നല്ല ഭംഗിയായിട്ട് നമ്മൾ കഞ്ഞിവെള്ളമായിട്ട് കൂട്ടിയിളക്കുകയാണ്. കഞ്ഞിവെള്ളമായിട്ട് കൂട്ടിയിളക്കി 1 സ്പൂൺ ഇട്ടാൽ മതി, ഒറ്റ സ്പൂൺ ഇട്ടാൽ മതി. കഞ്ഞിവെള്ളമായിട്ട് നമ്മൾ കൂട്ടിയിളക്കിയിട്ട് ഇപ്പം അത് കൂട്ടിയിളക്കി എന്നാൽ ഇതുപോലെ നല്ല നേർമിച്ചയാവും. ഇത് നമ്മളിതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഇലകളിൽ തളിക്കാം. പക്ഷേ ഈ തെറ്റിക്ക് എപ്പോഴും രോഗകീടബാധകളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഇലകളിൽ തളിക്കേണ്ട കാര്യമില്ല. തെറ്റിക്ക് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ചിലപ്പോൾ ചില പുഴുക്കൾ കയറുന്നുള്ളൂ. അതിന് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മഞ്ഞൾ, കഞ്ഞിവെള്ളത്തിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിളക്കി തളിച്ചു കൊടുത്താൽ മതി. ആ പുഴുക്കൾ അങ്ങ് മാറും. ഇനി നമ്മൾ ഇതിന് വളമായിട്ട് ഇടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എല്ലുപൊടിയാണ്. നമുക്കറിയാം എല്ലുപൊടി വേരുകൾ ശക്തിപ്പെടുന്നതിന്, ശിഖരങ്ങൾ ധാരാളം ഉണ്ടാകുന്നതിനൊക്കെ എല്ലുപൊടി പ്രയോജനപ്പെടും. അതിൻ്റെ ചുറ്റും നമ്മൾ എല്ലുപൊടി ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കടലപ്പിണ്ണാക്ക് ധാരാളം പൂക്കൾ കൊലകൊത്തിയായിട്ട് ഉണ്ടാവാൻ വേണ്ടിയാണ്, ധാരാളം പൂക്കൾ, അതിനാണ് കടലപ്പിണ്ണാക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് വേപ്പിൻ പിണ്ണാക്ക്. നമുക്കറിയാം ഈ തെറ്റിക്ക് തേനുണ്ട്. അപ്പോൾ കടലപ്പിണ്ണാക്ക് മാത്രമായിട്ട് ഇട്ട് കൊടുത്താൽ ധാരാളമായ ഉറുമ്പുകൾ ഇതേ വരും. തേൻ കുടിക്കാൻ വരുന്ന ഉറുമ്പുകൾ തന്നെ ഇതിനകത്ത് ശല്യം ഉണ്ടാക്കി അങ്ങനെ നമ്മൾ തെറ്റി നശിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കടലപ്പിണ്ണാക്ക് ഏത് സസ്യങ്ങൾക്കിട്ടാലും, ഏത് വിളകൾക്കിട്ടാലും നമ്മൾ അതിനോടൊപ്പം വേപ്പിൻ പിണ്ണാക്ക് കൂടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമാണ്. വേപ്പിൻ പിണ്ണാക്ക് ഇട്ടു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മണ്ണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. വളമെല്ലാം ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് വളം ഇട്ട് കൊടുക്കണം. അപ്പോൾ ചട്ടിയിലൊക്കെ ഈ സസ്യം നടുവാണെങ്കിൽ, ഈ ചെടി നടുകയാണെങ്കിൽ, ഡ്രമ്മിലോ ചട്ടിയിലോ ഒക്കെ നടുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ കരിയില കമ്പോസ്റ്റ്
കരിയിലയുടെ പൊടിക്കാണ് കരിയില കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. ആ കരിയില കമ്പോസ്റ്റ് ഈ 3/4 ഭാഗം ഈ ചെടിച്ചട്ടിയുടെ 3/4 ഭാഗം നിറയ്ക്കണം. അതിനുശേഷം ഈ ചകിരിച്ചോറെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ കട്ടയായിട്ട് കിട്ടുന്ന ചകിരിച്ചോറുണ്ട്. ഈ ചകിരിച്ചോറ് നമ്മൾ വെള്ളത്തിലിടണം. വെള്ളത്തിലിട്ട് 2 ദിവസം വെള്ളത്തിൽ കഴിഞ്ഞ ശേഷം അത് വാരി പിഴിഞ്ഞിട്ട് ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്തെങ്കിലേ ഇതേപോലെയുള്ള ഇത് കിട്ടത്തുള്ളൂ. ഈ ചകിരിച്ചോറും മണ്ണും കൂടെ തുല്യ അളവിൽ, അതായത് ഇതേപോലെ ഒരു കപ്പ് ചകിരിച്ചോറാണെങ്കിൽ 1 കപ്പ് മണ്ണ്, അങ്ങനെ അനുപാതത്തിൽ തുല്യ അളവിൽ കൂട്ടിയെടുക്കണം. കൂട്ടിയെടുത്ത് അതിനോടൊപ്പം തന്നെ അല്പം എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും പിന്നെ അതുപോലെ തന്നെ ചാണകപ്പൊടി ഒക്കെ ഇട്ട് വേണം നമ്മൾ വേര് പിടിച്ച തെറ്റിയുടെ കമ്പ് നട്ടുപിടിപ്പിക്കാൻ. ഒരിക്കലും പൂർണ്ണമായിട്ടും മണ്ണ് മാത്രമായിട്ട് ചട്ടിക്കകത്ത് നിറയ്ക്കരുത്. അങ്ങനെ നിറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേരോട്ടം, അതായത് മണ്ണങ്ങ് കട്ടിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് പിടിക്കാൻ സാധ്യതയില്ലാതെ വരികയും മണ്ണിൽ നിന്നും പോഷകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയാതെ ഇത് വളരെ ശോഷിച്ച് നിൽക്കുകയും പൂക്കളുണ്ടാവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയേണ്ടത്. പിന്നെ സൂഡോമോണസ് എന്ന് പറയുന്ന ഇത് കഞ്ഞിവെള്ളത്തിൽ കലക്കി 4 മാസത്തിലൊരിക്കലാണ് ഇതിന് വളമിടുന്നത്. ഈ 4 മാസത്തിലൊരിക്കൽ വളമിടുമ്പോൾ ആഴ്ച ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും സൂഡോമോണസ് കഞ്ഞിവെള്ളത്തിൽ കലക്കി ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പം നിറയെ പൂക്കൾ ഉണ്ടായിരിക്കും. ഇലയെക്കാട്ടിൽ കൂടുതൽ കുലകുത്തി പൂക്കൾ ഉണ്ടായിരിക്കുന്ന കാഴ്ചകൾ നമ്മളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത് മണ്ണിടാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ വളമിടൽ നമുക്ക് പൂർത്തിയായി. ഇനി നമുക്ക് വേണമെങ്കിൽ നല്ല വെയിൽ ഒക്കെ കൊള്ളുന്ന സ്ഥലത്തായിരിക്കുന്നെങ്കിൽ ഇതിൻ്റെ പുറത്ത് കുറച്ച് കരിയില ഇടുന്നത് നല്ലതാണ്. അപ്പം തീർച്ചയായിട്ടും ഇത് എങ്ങനെയാണ് വേര് പിടിപ്പിക്കുന്നതെന്നും അതിന് നടീൽ രീതിയും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങൾ വളരെയധികം ഹാർദവമായ നന്ദി അറിയിക്കുകയാണ്. ഓണത്തിന് അത്തപ്പൂടാനുള്ള പൂക്കൾ ഉണ്ടാക്കാൻ നമുക്ക് ഇപ്പം ഒരു തെറ്റി നട്ട് പിടിച്ചാൽ സാധിക്കും. തീർച്ചയായിട്ടും ഇതിൻ്റെ വേര് പിടിപ്പിക്കുന്ന രീതി, ഇതിൻ്റെ കമ്പിൽ എങ്ങനെയാണ് വേര് പിടിപ്പിക്കുന്നത് എന്ന് അടുത്ത ഒരു വീഡിയോയിൽ പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.